ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ബാത്റൂമിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നതാണ് കാണുന്നത്. നമ്മുടെ പ്രതീക്ഷയാണ്, എൻ്റെ റൂംമേറ്റ് ആണ്. റിട്ടേൺ ബാക്ക്. നമുക്കപ്പോൾ ഒന്നുകൂടെ വാതിൽ തുറക്കാം. അപ്പോൾ നമ്മുടെ 305ാമത്തെ റൂമാണ് ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത്. റൂമിൽ 5 പേരാണ് ഉള്ളത്. അപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കട്ടിലാണ് എൻ്റെ കട്ടിൽ. ആദ്യത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് ചെറിയ ചെറിയ അപാകതകളൊക്കെ കാണും കേട്ടോ, നിങ്ങളത് ക്ഷമിക്കണേ. 5ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ നഴ്സിംഗ് ആരുടെ ഹോസ്റ്റൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് എൻ്റെ കട്ടിലിൽ നിന്ന് തന്നെ തുടങ്ങി. എൻ്റെ കട്ടിലിൻ്റെ മേളിൽ ആരും ഇല്ല കേട്ടോ, നമ്മുടെ ആരുടെയും കട്ടിലിൻ്റെ മേളിൽ ആരും ഇല്ല. അപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ മേളിൽ ആദ്യം തന്നെ കൃപാസനത്തിലെ മാതാവിൻ്റെ ഫോട്ടോയും മെഴുകുതിരിയും പ്രാർത്ഥനാ പുസ്തകവും ബൈബിളും ഒക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കും ഫ്ലാഷ് കാർഡ് എല്ലാം ഉണ്ട്, ഫയല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കുറവാണ് പുസ്തകങ്ങളും ഫയലും കാര്യങ്ങളും ഒക്കെ. നമ്മൾ കഴിഞ്ഞിടയ്ക്കാണ് ആക്രിക്ക് കൊണ്ടുപോയി പെറുക്കി വിറ്റത്, അതുകൊണ്ടാണ് കുറവ്. കട്ടിലിൻ്റെ മേളിലോട്ടൊന്നും നോക്കാൻ പോലും പറ്റത്തില്ല, അതിന് മാത്രം പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആയിരിക്കുമേ. അപ്പോൾ നമ്മുടെ സൈഡിലായിട്ട് നമ്മൾ ബക്കറ്റ്, നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിലെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ID കാർഡൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് സ്വിച്ച് ബോർഡിന് താഴത്തായിട്ട്. ആ സൈഡിൽ കാണുന്നത് നമ്മൾ അവിടെ നേരത്തെ ഒരു മിറർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു ടേബിൾ ഇട്ടിട്ടുണ്ട്, ഒരു കസേര ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫോണൊക്കെ കുത്തിയിടാൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കട്ടിലായിട്ടോ നിങ്ങൾ കാണാതെ പോകരുത്, ഈ കട്ടിൽ വേണം നിങ്ങൾ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ പിങ്കിമോളുടെ റൂമാണ്. എൻ്റെ കട്ടിലിന് തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന കട്ടിലാണ് ഇവളുടെ കട്ടിൽ. ഫുള്ള് പാവക്കുട്ടിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വമ്പൻ സെറ്റപ്പാണ് ആൾ. വോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ആളുടെ എസ്തർ പാവക്കുട്ടിയാണ്. പിന്നെ ഉള്ളത് ഈ സൈഡിലായിട്ട് ഹാങ് ചെയ്തൊരു ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആളുടെ ഫോട്ടോ, ഇതാണ് ആൾ, ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വോൾ സ്റ്റിക്കറാണ്. ചില സമയത്ത് നോക്കാൻ നേരത്ത് ഒരു ബ്ലാക്ക് പെയിൻറ്റ് കാണും, പിന്നെ വൈറ്റ് പെയിൻറ്റ് കാണും, പിന്നെ അതൊക്കെ മാറ്റിയിട്ട് വോൾ സ്റ്റിക്കർ ഒട്ടിക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൊരു ടീമാണ് ചേച്ചി എന്ന് പറയുന്നത്. പിന്നെ ഫോണൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവളുടെ മേളിൽ തന്നെ ആണെങ്കിലും ഫയല്, ബുക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ. ആളിച്ചിരി OCD ഉള്ള കൂട്ടത്തിലാണെന്നാണ് ഞങ്ങൾ അവളെ കളിയാക്കുന്നത് കേട്ടോ. ആളെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്ന കൂട്ടത്തിലാണ്. ചെരുപ്പും കാര്യങ്ങളും പിന്നെ ബോട്ടിൽസും ഒക്കെ നമ്മൾ കട്ടിലിൻ്റെ അടിയിലാണ് പൊതുവെ വെക്കാറുള്ളത്. കമ്മ്യൂണിറ്റി ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ടിലിൻ്റെ അടിയിലാണ് വെക്കുന്നത്. ഇത് അടുത്ത സജന ആൻഡ് പ്രതീക്ഷയുടെ കട്ടിലാണ്. അവളുമാർ രണ്ടുപേരും ഒരു കട്ടിലാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് പ്രതീക്ഷയുടെ കട്ടിൽ. അവൾ എങ്കിൽ കൂടി താഴത്താണ് കിടക്കുന്നത്, മേളിൽ കയറാൻ വയ്യാത്തതുകൊണ്ട്. ഇത് നമ്മുടെ ഷെൽഫാണ് ഗൈസ്, ഏറ്റവും മേളിലത്തെ ഷെൽഫാണ്. നമ്മുടെ ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്, നമ്മൾ മതസൗഹാർദ്ദമുള്ള റൂമാണ് കേട്ടോ. കർത്താവുണ്ട്, മാതാവുണ്ട്, കൃപാസനത്തിലെ മാതാവുണ്ട്, ബൈബിളുണ്ട്, എല്ലാം കൃഷ്ണനുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് കിട്ടിയ ട്രോഫികളാണ്, ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് വെച്ചേക്കല്ല കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് കിട്ടിയിട്ടുള്ള ട്രോഫിയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. കാര്യം മറന്നുപോയി, സജന നിസ്കരിക്കുന്ന നിസ്കാരപ്പായയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് ഷെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡപ്പയ്ക്കകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. 3ാമത്തെ ഷെൽഫിൽ നമ്മൾ പാത്രങ്ങളൊക്കെയാണ് വെക്കുന്നത്. നമ്മുടെ ചോറും പാത്രം, പിന്നെ അല്ലാണ്ട് പ്ലേറ്റ് കാര്യങ്ങൾ, കുപ്പികൾ, പിന്നെ കുറച്ച് ബുക്സ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ബുക്ക് വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിൽ സ്ഥലമില്ല കേട്ടോ. പിന്നെ അച്ചാർ കുപ്പിയൊക്കെ ഇരിപ്പുണ്ട്, തീർന്ന അച്ചാർ കുപ്പിയായിട്ടോ കാണുന്നത്. പിന്നെ അതിന് താഴത്തെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വയ്ക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു ചെറിയൊരു അടുക്കള തന്നെ നമ്മുടെ റൂമിലുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ താഴത്തെ ഷെൽഫിലെന്ന് പറയാം, അവിടെയും ബുക്സ് ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വരുമ്പോൾ കാണുന്നത് നമ്മുടെ ജനൽ, പിന്നെ അവിടെ സൈഡിലായിട്ട് ബാത്റൂം അവിടെയാണ്. പിന്നെ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ട് നമ്മുടെ ഷെൽഫിന് തൊട്ടിപ്പുറത്തായിട്ട്. നമ്മളൊക്കെ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മുഖം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്ത് തന്നെ ഒരു അഴ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഉണങ്ങിയ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്, നമ്മുടെ മെയിൻ വ്യൂ പോയിൻ്റാണ് ഗൈസ് നമ്മുടെ റൂമിൻ്റെ അകത്തു നിന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. ഇവിടെ നിന്നുകൊണ്ട് ഈ അപ്പുറത്തോട്ട് നോക്കാൻ നേരത്ത് ആകാശത്തൊക്കെ നോക്കി ഈ മേഘക്കൂട്ടങ്ങളൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ എന്ത് ഭംഗി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ജനലിൽ തന്നെ ആയിട്ട് കപ്പ്, പിന്നെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ്, പിന്നെ നമ്മുടെ സോപ്പ് പൊട്ടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മളൊരു ചെറിയൊരു കസേര ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കാൻ ചെറിയ കാറ്റൊക്കെ കൊള്ളാനായിട്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ അവിടെയാണ് റേഞ്ചുള്ള സ്ഥലം എന്ന് പറയാനായിട്ട്. അത് നമ്മുടെ റൂമിൻ്റെ വാതിക്കൽ നിന്നുള്ള വ്യൂ ആണ്. അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയാനായിട്ട്. ഇത്രയും താഴത്താണ് നമ്മുടെ ഹോസ്റ്റൽ. മേളിലായിട്ടാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ 5ാമത്തെ ഫ്ലോറിലാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. നമ്മുടെ ഫ്ലോറിന് മേളിലെ ഫ്ലോറിലാന്നൊക്കെ പറയാൻ നേരത്ത് ഓപ്പോസിറ്റ് റൂംസ് വരുന്ന ഫ്ലോറാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലോർ വരെയാണ് ഇതുപോലെ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഹോസ്റ്റൽ വരുന്നത്. ഇതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനം. കാരണം കുറച്ച് തുറന്ന ഓപ്പൺ സ്പേസുമാണ്, നമുക്ക് കുറച്ച് വെന്റിലേഷനൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വരാന്തയാണ്. വരാന്തയുടെ അവിടെ തന്നെ അറ്റത്തായിട്ട്
ആയിട്ട് നമുക്കൊരു പാലമുണ്ട്. കാരണം നമുക്ക് ഇത് 5ാമത്തെ ഫ്ലോർ ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷോർട്ട്കട്ട് പോലെ ഒരു കണക്റ്റഡ് ബ്രിഡ്ജ് പോലെ നമുക്കിവിടെ ചെറിയൊരു പാലമുണ്ട്. ഈ പാലം വന്നത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ്. നമ്മൾ ഫസ്റ്റ് ഇയറൊക്കെ വന്ന സമയത്ത് ഈ പാലമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഇറങ്ങി കറങ്ങി ചുറ്റിയൊക്കെയാണ് ഞങ്ങൾ മെസ്സിൽ പോകുന്നതും കോളേജിലേക്ക് പോകുന്നതും ഒക്കെ. ഇത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഇവിടെ വന്നിട്ട് കിട്ടിയതിൽ വെച്ചിട്ട് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പുറത്തൊക്കെ ഹോസ്റ്റലിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോഴും പണിയാണ് ഗൈസ്, എപ്പോഴും എല്ലാ വർഷവും ഇവിടെ ഹോസ്റ്റൽ പുതിയ കോളേജൊക്കെ പണിതുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ വിട്ടുപോയി ഒരു കട്ടിൽ കാണിക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. ഇത് നമ്മുടെ ഗോപിക രാജേഷിൻ്റെ കത്തിലാണ്. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ആളിനോട് പറഞ്ഞു വൃത്തിയാക്കിയിട്ട് എടുക്കാടി വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആൾ വൃത്തിയാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പൂക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങളും ചാർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പാവക്കുട്ടീനെ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലും ഫുള്ള് ഫയല്, രജിസ്റ്റർ, ഫുള്ള് കാര്യങ്ങളൊക്കെ, പിന്നെ ആളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ്, പിന്നെ കപ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മണ്ടയ്ക്കും വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മളൊക്കെ റൂമിൽ കുഞ്ഞു കളിച്ച് കിടക്കാൻ നേരത്ത് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലാണ് അവൾ. പിന്നെ അവൾക്ക് ഇങ്ങനെ മഞ്ചാടി സൂക്ഷിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സജന, പ്രതീക്ഷ, അവരെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ 3 പേരും ആലപ്പുഴക്കാരാണ്. ഞങ്ങൾ വരുന്നതും പോകുന്നതും ഒക്കെ ഒരുമിച്ചാണ്. 3 പേർക്കും ഒരു റൂം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഗോപികയും ആലപ്പുഴക്കാരിയാണ്, അവൾ കുട്ടനാടുകാരിയാണ്. ഷെർൺ പത്തനംതിട്ടക്കാരിയാണ്. അപ്പം ഞങ്ങളുടെ റൂമിൽ 4 പേര് ആലപ്പുഴക്കാരും ഒരാൾ പത്തനംതിട്ടക്കാരിയുമാണ്. ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ നമ്മൾ ഈ ഹോസ്റ്റലിലും കോളേജിലും ഒക്കെ ആയിട്ട്. എന്താണെങ്കിലും കുറേ മെമ്മറീസ് ഉള്ളൊരു റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഇയർ തൊട്ടേ ഈ റൂം ആയതുകൊണ്ട് കുറേ മെമ്മറീസ് ഉള്ളൊരു റൂമാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും കോളേജ് മിസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഹോസ്റ്റല് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. മേ ബി ഇവിടുന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോൾ കോളേജ് മിസ് ചെയ്യുമായിരിക്കും, പക്ഷേ ഹോസ്റ്റല് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ റൂമിലെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ഒരു ഓർമ്മകൾ മാത്രമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇവിടെ കൊണ്ട് ഈ കുഞ്ഞു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവേ. ബൈ.